നിങ്ങളെ ഓർമ്മപ്പെടുത്താനുള്ളത് ഹിദ ഈ വർഷം മുന്നോട്ട് വെക്കുന്ന മോട്ടോയാണ്. അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹം കൊണ്ട് നമുക്ക് കിട്ടിയിട്ടുള്ള വളരെ വലിയ വൈജ്ഞാനികമായിട്ടുള്ള സമ്പത്ത്, അതിനെ സൂചിപ്പിക്കുന്നതാണ് നമ്മുടെ ഈ പ്രാവശ്യത്തെ പ്രമേയം. ലെഗസി ആസ് എ കോമ്പസ് എന്നതാണ് നമ്മുടെ മോട്ടോ, അഥവാ പൈതൃകം ഒരു ദിശാസൂചി എന്നതാണ്. പൈതൃകത്തിലും പാരമ്പര്യത്തിലും നമ്മൾ അഭിമാനം കൊള്ളുമ്പോൾ തന്നെ അതെങ്ങനെ കൃത്യമായി ഉപയോഗിക്കണമെന്നത് നമുക്ക് അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. നമ്മൾ പറയും 1400 വർഷങ്ങൾക്കപ്പുറമുള്ളൊരു പാരമ്പര്യം, അല്ലെങ്കിൽ മനുഷ്യോൽപത്തിയോളം അപ്പുറത്തുള്ളൊരു മഹിതമായ പാരമ്പര്യത്തിൻ്റെ ഇങ്ങേ തലയിലെ കണ്ണിയാണ് നമ്മളെന്ന് അഭിമാനിക്കുന്ന സമയത്ത് തന്നെ എന്താണ് ആ പൈതൃകമെന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതുണ്ട്. എന്തുകൊണ്ട് ഈ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ഈ സമയത്ത് ഹിദ ഇത്തരത്തിലൊരു പ്രമേയം തിരഞ്ഞെടുത്തു എന്ന് വെച്ചാൽ, നമ്മൾ നമ്മുടെ ചുറ്റിൽ നിന്നും പല അപശബ്ദങ്ങളും കേട്ടുകൊണ്ടിരിക്കുന്നു, പല തർക്കങ്ങളും കേട്ടുകൊണ്ടിരിക്കുന്നു. ഈ സമയത്ത് നമ്മൾ എങ്ങനെയാണ് സഞ്ചരിക്കേണ്ടത് എന്ന ദിശ, ആ ദിശാസൂചിയാണ് ഇവിടെ കോമ്പസ് അടയാളപ്പെടുത്തുന്നത്. ഈ കോമ്പസ് എന്ന പദം പലപ്പോഴും ആളുകൾക്ക് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു കൺഫ്യൂഷൻ ഉണ്ടാകുന്നൊരു പദമാണ്. ആദ്യം കോമ്പസിനെ കുറിച്ച് പറയാം. ഏകദേശം വർഷങ്ങൾക്ക് മുമ്പ് കേരളത്തിൽ നിന്ന് കുറച്ച് വിദ്യാർത്ഥികൾ അയോധ്യ കാണാൻ പോയ ഒരു സംഭവം പത്രത്തിൽ വരികയുണ്ടായി. മുസ്ലിം വിദ്യാർത്ഥികളാണ്. അവരവിടെ ചെന്നപ്പോൾ അവരെ പോലീസ് പിടികൂടി. അന്നത്തെ പത്രവാർത്ത വന്നിരുന്നത് ഇങ്ങനെയായിരുന്നു: കേരളത്തിൽ നിന്ന് 2 പേരെ UP യിൽ പിടികൂടി. അവരിൽ നിന്ന് മാരകായുധങ്ങൾ കണ്ടെടുത്തു. എന്താണ് കണ്ടെടുത്ത മാരകായുധം? ഒന്ന് കോമ്പസ് ആയിരുന്നു. അപ്പോൾ കോമ്പസ് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ഇൻസ്ട്രുമെൻ്റ് ബോക്സിലെ കോമ്പസാണ് നമ്മുടെ മനസ്സിലേക്ക് വരിക. കോമ്പസ് എങ്ങനെയാണ് ഒരു മാരകായുധമാകുന്നത്? പക്ഷെ കണ്ടെടുത്തത് അതായിരുന്നില്ല. നമ്മൾ നമ്മുടെ പ്രാദേശികമായിട്ടുള്ള മാപ്പിള മലബാറിലെ ഭാഷയിൽ പറഞ്ഞാൽ തവക്ക എന്ന് പറയുന്ന വടക്ക് നോക്കി യന്ത്രമായിരുന്നു കണ്ടെടുത്തിരുന്നത്. അവർക്ക് യാത്രയിൽ നിസ്കരിക്കാൻ വേണ്ടി, നിസ്കാരത്തിൻ്റെ ദിശ അറിയാൻ വേണ്ടി അവരുപയോഗിച്ചിരുന്ന തവക്കയായിരുന്നു അന്ന് മാധ്യമങ്ങൾ വലിയ ഒരു ആയുധമായിട്ട്, മാരകായുധമായി പരിചയപ്പെടുത്തിയത്. എന്നാൽ ഇന്ന് നമുക്ക് പറയാനുള്ളത്, ഈ കോമ്പസ് ദിശയറിയാൻ വേണ്ടി ദിശ തെറ്റിക്കൊണ്ടിരിക്കുന്ന സമൂഹത്തിന് കൃത്യമായ ദിശ കാണിക്കുന്നതാണ് എന്ന് നമ്മളോട് പറയുകയാണ്. രണ്ടാമതായിട്ട് അതിൽ പ്രയോഗിച്ചിട്ടുള്ള പരാമർശം ലെഗസി എന്നതാണ്. ലെഗസി ഈസ് ദ ആങ്കർ ഓഫ് ഐഡൻറ്റിറ്റി. നമ്മുടെ ഓരോരുത്തരുടെയും വ്യക്തിത്വത്തിൻ്റെ സൂചനയായിട്ടാണ് നമ്മുടെ പൈതൃകത്തെ നമ്മളെടുത്ത് കാണിക്കുന്നത്. അപ്പോൾ നമ്മുടെ വ്യക്തിത്വം എന്ന് പറയുന്നത് നമ്മുടെ പാരമ്പര്യവും നമ്മുടെ പൈതൃകവുമാണ്. നാം ഒരിക്കലും നമ്മൾ മാത്രം രൂപപ്പെടുത്തിയിരിക്കുന്ന വൈജ്ഞാനികമായിട്ടുള്ള സമ്പത്ത് കൊണ്ട്, അല്ലെങ്കിൽ നമ്മുടേത് മാത്രമായിട്ടുള്ള വൈജ്ഞാനികമായ സമ്പത്ത് കൊണ്ടോ ശേഷി കൊണ്ടോ അല്ല ലോകത്തിന് മുന്നിൽ എഴുന്നേറ്റ് നിൽക്കുന്നത്. പാരമ്പര്യമായിട്ട്, പൈതൃകമായിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ള വൈജ്ഞാനികമായിട്ടുള്ള പാരമ്പര്യത്തിൽ അഭിമാനം കൊള്ളുകയും അതിനെ കൃത്യമായി ഉപയോഗപ്പെടുത്തുകയും ചെയ്യുക എന്നതാണ് നാം ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ വീണ്ടും ഈ പൈതൃകത്തെക്കുറിച്ച് സംസാരിക്കുന്നത്. ലെഗസി ഒരു കോമ്പസ് ആയിട്ട് നമ്മുടെ മുന്നിൽ നമുക്ക് ദിശ കാണിച്ചു തരുമ്പോൾ ആ ദിശയിലൂടെ പൈതൃകത്തെ നോക്കി സഞ്ചരിക്കേണ്ട ബാധ്യതയാണ് നമുക്കുള്ളത്. പലപ്പോഴും ഉസ്താദുമാർ പറയാറുണ്ട്, നമ്മൾ പറയേണ്ട കാര്യങ്ങളൊക്കെ കഴിഞ്ഞു പോയിട്ടുള്ള നമ്മുടെ മഹാന്മാരായ ഇമാമുകൾ നമ്മളോട് പറഞ്ഞു വെച്ചിട്ടുണ്ട്. നാം അതെടുത്ത് ലോകത്തോട് പറയുകയാണെന്ന് ചെയ്യേണ്ടത്. അത് പറഞ്ഞ് ഈ വളരെ വേഗത്തിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ആധുനിക യുഗത്തിലും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ യുഗത്തിലും നമുക്ക് നൽകാനുള്ളത് ഈ ദിശാസൂചി കാണിച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്ന പൈതൃകത്തിൻ്റെ സൂചകങ്ങളാണ്. ഇനി എന്തുകൊണ്ട് നമുക്ക് നമ്മുടെ പൈതൃകവും അതേപോലെ തന്നെ പൈതൃകത്തിലേക്കുള്ള ദിശാസൂചിയും അതിലേക്കുള്ള കോമ്പസും എന്തുകൊണ്ട് പ്രസക്തമാകുന്നു എന്ന് മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞ ആഴ്ച ഇറങ്ങിയ മലയാളം വാരിക, സമകാലിക മലയാളം വാരികയിൽ നിന്നുള്ള ഒരു ലേഖനത്തിലെ ഒരു ഭാഗം നിങ്ങളുടെ മുന്നിൽ കാണിക്കാം. പ്രപഞ്ചത്തിലെ സകലതും മനുഷ്യനായി നിർമ്മിതമാണെന്ന പ്രാകൃത ബോധം ഒരു മതനിർമ്മിതിയാണ്.
പ്രകൃതിയുടെ ഭാഗമായൊരു ജീവി മാത്രമാണ് മനുഷ്യൻ എന്ന സത്യത്തെയാണ് മതങ്ങൾ പ്രപഞ്ചത്തിലെ സകലത്തിൻ്റെയും ഉടമയാണ് മനുഷ്യൻ എന്ന വിശ്വാസമാക്കിയത്. കാലാന്തരത്തിൽ വിശ്വാസങ്ങൾ പലവക പ്രത്യയശാസ്ത്ര കൈവഴികളായി ഒഴുകിയപ്പോഴും മനുഷ്യൻ ഒന്നാമനായി. പ്രകൃതിയും പ്രകൃതിയിലെ സകല ചരാചരങ്ങളും മനുഷ്യന് ചുറ്റും തിരിയുന്ന ഉപഗ്രഹങ്ങളാണെന്നും മനുഷ്യന് കീഴ്പ്പെട്ടവരാണെന്നുമുള്ള ബോധത്തെയാണ് ഗാഡ്ഗിൽ കുടഞ്ഞെറിഞ്ഞത്. നമുക്കറിയാം, മാധവ് ഗാഡ്ഗിൽ എന്ന് പറയുന്ന പ്രകൃതി ശാസ്ത്രജ്ഞനെക്കുറിച്ചുള്ള ഒരു ലേഖനത്തിലാണ് ഇങ്ങനെയൊരു പരാമർശം വരുന്നത്. ലേഖനത്തിൽ എന്നത് മാത്രമല്ല, ലേഖനത്തിൻ്റെ തുടക്കമാണത്. ആമുഖം തന്നെ മതങ്ങളെ കൊട്ടിക്കൊണ്ടുള്ള ഒരു പരാമർശമാണ്. പെട്ടെന്ന് കേട്ടാൽ ഒരു പക്ഷേ ഇത് നമ്മളെ വിമർശിച്ചതാണോ എന്ന് കരുതാൻ സാധ്യതയുണ്ട്. സ്വാഭാവികമായിട്ടും ഇന്ന് സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന പലതരത്തിലുള്ള വിമർശനങ്ങളും മറുപടികളും പലപ്പോഴും അവധാനത കൈക്കൊള്ളാത്തതാണ്. നമ്മളതുകൊണ്ടാണ് കോമ്പസ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. കോമ്പസ് തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ ദിശ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ചധികം സമയം കാത്തു നിൽക്കേണ്ടതുണ്ട്. അതിൻ്റെ സൂചി കൃത്യമായ ദിശ കാണിച്ചതിന് ശേഷമാണ് ആ വടക്ക് നോക്കി യന്ത്രത്തെ കൃത്യമായി മനസ്സിലാക്കിയിട്ട് നാം ദിശകൾ കൃത്യമായി മനസ്സിലാക്കുന്നത്. അതുപോലെ തന്നെ ഈ വേഗതയേറിയ കാലത്ത് നമുക്കെതിരെ വിമർശനങ്ങളോ കൂരമ്പുകളോ ആരെങ്കിലും എറിയുമ്പോഴേക്ക് അത് നമുക്കെതിരെയുള്ളതാണെന്ന് ധരിച്ചുകൊണ്ട് ചാടി എഴുന്നേൽക്കുന്നത് തീർച്ചയായിട്ടും അപ്രസക്തമാണ്. അത് പലപ്പോഴും എടുത്തുചാട്ടമാകും. ഇപ്പോൾ നോക്കൂ, ഈ സെൻറ്റൻസ് നമ്മൾ കാണുമ്പോൾ തന്നെ പ്രപഞ്ചത്തിലെ സകലതും മനുഷ്യനായി നിർമ്മിതമാണെന്ന പ്രാകൃത ബോധം ഒരു മതനിർമ്മിതിയാണെന്ന് കാണുമ്പോഴേക്ക് നമ്മളെക്കുറിച്ചാണെന്ന് കരുതിയിട്ട് ചാടി എഴുന്നേൽക്കുന്നതിന് മുമ്പ് ബാക്കി കൂടി വായിക്കാൻ നമ്മൾ സമയം കാണേണ്ടതുണ്ട്. ഒരു പക്ഷേ ഈ പരാമർശം നമ്മളെ കൂടി ബാധിക്കുന്നതായിരിക്കും. വിമർശനങ്ങൾ പലപ്പോഴും പലതരത്തിലുമുണ്ട്. അതുകൊണ്ടാണ് ദിശാസൂചി അനുസരിച്ചായിരിക്കണം, അല്ലെങ്കിൽ നമുക്ക് ഓരോരുത്തർക്കും കൃത്യമായ ദിശ വിമർശനങ്ങളെക്കുറിച്ചും എതിരാളികളുടെ വാക്കുകളെക്കുറിച്ചും കൃത്യമായി നമുക്കുണ്ടായിരിക്കേണ്ടതുണ്ട്. പലപ്പോഴും നാം നമുക്ക് നേരെ കേട്ടുകൊണ്ടിരിക്കുന്നത് വിമർശനങ്ങളല്ല, പരിഹാസങ്ങളാണ്. പരിഹാസങ്ങളെക്കുറിച്ച് പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്, നാം അതിന് ചെവി കൊടുക്കാതെ നടന്നു നീങ്ങേണ്ടവരാണെന്ന്. പരിഹാസങ്ങൾക്കും മറുപടി പറയാൻ പോകുന്നത് ഒരിക്കലും ശരിയല്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം പരിഹസിക്കുന്നവർ ഒരിക്കലും സത്യം തിരിയാൻ വേണ്ടി, സത്യം മനസ്സിലാക്കാൻ വേണ്ടിയുള്ള ആളുകളല്ല. പകരം കാര്യപ്രസക്തമായ വിമർശനങ്ങൾ ഉണ്ടാകുമ്പോൾ അതിന് മറുപടി കൊടുക്കേണ്ടതുണ്ട്. അത് പരിശുദ്ധമായ ഖുർആനിൻ്റെയും ശൈലി തന്നെയാണ്. വഇൻ കുൻതും ഫീ റൈബിൻ മിമ്മാ നസ്സൽനാ അലാ അബ്ദിനാ ഫഅ്തു ബിസൂറത്തിൻ മിൻ മിസ്ലിഹി വദ്ഉ ശുഹദാഅകും ഇൻ കുൻതും സാദിഖീൻ എന്ന് പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ ആ സംശയങ്ങൾ തീർക്കാനുള്ള മാർഗങ്ങൾ സൂറത്തുൽ ബഖറയുടെ 35-ാമത്തെ ആയത്തിലൂടെ അല്ലാഹു തആല മുന്നോട്ട് വെക്കുന്നുണ്ട്. അപ്പോൾ ഏത് തരത്തിലുള്ള വിമർശനങ്ങളാണ് സ്വീകരിക്കേണ്ടത് എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടതുണ്ട്. അതിന് തന്നെയാണ് നാം പാരമ്പര്യത്തിൽ നിന്ന്, നമ്മുടെ പൈതൃകത്തിൽ നിന്ന് ഒരു ദിശാസൂചി എടുക്കേണ്ടത്. വിമർശനങ്ങൾ നേരത്തെയും ഉണ്ടായിട്ടുണ്ട്. ആ വിമർശനങ്ങളെ പക്ഷേ എങ്ങനെയാണ് നമ്മുടെ പണ്ഡിതന്മാർ, ഇമാമുകൾ നേരിട്ടത് എന്ന് വെച്ചാൽ അതിൽ പരിഹാസങ്ങളെ കൈയൊഴുകുകയും കാര്യപ്രസക്തമാകുന്ന വിമർശനങ്ങളാണെങ്കിൽ അതിന് കൃത്യമായ മറുപടി പറയുകയും ചെയ്യും. അതോടൊപ്പം തന്നെ എല്ലാ വിമർശനങ്ങളും നമുക്കെതിരാണ് എന്ന് വിചാരിക്കുന്നതും ഒരു തെറ്റായ രീതിയാണ്. ഈ വിമർശനം ആരെക്കുറിച്ചാണെന്ന് നോക്കാം. അതേ ലേഖനത്തിൻ്റെ ബാക്കി ഭാഗത്ത് തന്നെ ഇങ്ങനെ കാണാം. ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ടും കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം വീടകങ്ങളിൽ കൂടി ചർച്ചയാവുന്ന ഒരു കാലം. മനുഷ്യൻ പ്രകൃതിയുടെ ഉടമയല്ല, ചുരുങ്ങിയത് പടച്ചവൻ ഭൂമിയുടെ പട്ടയം മനുഷ്യന് നൽകിയിട്ടില്ല എന്ന ബോധം സമൂഹത്തിലേക്ക് പടർത്തുന്നതിൽ മാധവ് ഗാഡ്ഗിൽ വിജയിച്ചിരിക്കുന്നു എന്നതിലെ അപകടം മണത്ത ചർച്ച് ഗാഡ്ഗിലിൻ്റെ കോലം കത്തിച്ച് പ്രതിഷേധിച്ച കാലം നമ്മളെ ബാധിക്കുന്ന വിഷയമല്ല. അന്നത്തെ ക്രിസ്ത്യാനിറ്റി ഇവിടെ ചെയ്തിട്ടുള്ള ഒരു കാര്യത്തെക്കുറിച്ചാണ് അത് പറയുന്നത്. അപ്പോൾ ഈ വിമർശനങ്ങൾ പറയുന്ന സമയത്ത് ആരാണോ വിമർശിക്കുന്നത് ആ വിമർശനം ഏത് തരത്തിലാണ് പോകുന്നതെന്നറിയാതെ എല്ലാം എന്നെക്കുറിച്ചേ വിമർശിക്കൂ എന്ന ധാരണ നമുക്കുണ്ടാകുന്നത് തെറ്റാണ്. അതുകൊണ്ടാണ് നാം നമ്മുടെ ദിശാസൂചി കൃത്യമാക്കി വെച്ചിട്ടായിരിക്കണം പുറത്തിറക്കി ഇറങ്ങേണ്ടത്. അതുകൊണ്ട് തന്നെ ഒരു പ്രബോധകനുണ്ടാവേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട അവധാനത എന്ന് പറയുന്നത് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു തീരുന്നതിന് മുന്നേ നാം അവർക്കുള്ള മറുപടിയുമായിട്ട് സോഷ്യൽ മീഡിയയിൽ രംഗത്ത് വരിക എന്നതല്ല ശരി. പകരം ആ പറഞ്ഞത് മുഴുവനും കേൾക്കാനും അതാരെക്കുറിച്ചാണെന്ന് മനസ്സിലാക്കാനും ഉള്ള അവധാനത നമ്മൾ കാണിക്കേണ്ടതുണ്ട്. എന്നാൽ നേരത്തെ പറഞ്ഞ വിമർശനം നമ്മളെ കൂടി ബാധിക്കുന്നതാണ് എന്ന് നമുക്കറിയാം. ഹുവല്ലദീ ഖലഖലകും മാ ഫിൽ അർളി ജമീഅ, പരിശുദ്ധമായ ഖുർആൻ നമ്മളോട് പറഞ്ഞതാണ് സൂറത്തുൽ ബഖറയിൽ. അല്ലാഹു തആല ഈ ഭൂമിയിലുള്ളതെല്ലാം നിങ്ങൾക്ക് വേണ്ടി പടച്ചതാണെന്ന്. പക്ഷേ ആ പരാമർശം സമാനമായിട്ട് ബൈബിൾ പരിശോധിക്കുമ്പോൾ അവിടെയും കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ബൈബിളിനെതിരെയാണ് ആ വിമർശനം പറഞ്ഞത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഞാൻ ഇൻ്റർനെറ്റിൽ പരിശോധിച്ചപ്പോൾ
ഈ നേരത്തെ തന്നെ ക്രിസ്ത്യാനിറ്റിക്കെതിരെ, ക്രൈസ്തവ സമൂഹത്തിനെതിരെ, അവരുടെ ബൈബിളിനെതിരെയും ശക്തമായ വിമർശനം ഈ പ്രകൃതിയുടെ വിഷയത്തിൽ അവർക്കെതിരെ വല്ലാതെ വന്നിട്ടുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിനെതിരെ വന്നിട്ടില്ല. കാരണം അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മഹിതമായ പാഠം നമ്മുടെ മുന്നിലുണ്ട്. അവസാന കാലം വരുന്ന സമയത്ത്, ഖിയാമത്ത് നാളിൻ്റെ സമയമായാലും കയ്യിലുള്ള തൈ നടണമെന്ന മഹിതമായ സന്ദേശം പ്രചരിപ്പിക്കപ്പെട്ടതുകൊണ്ട് ഒരർത്ഥത്തിൽ നമുക്കെതിരെ അത്തരത്തിലുള്ള വിമർശനങ്ങൾ വന്നിട്ടില്ല എന്ന് കാണാം. എന്നാൽ ബൈബിളിനെതിരെ ശക്തമായ വിമർശനങ്ങൾ ഉന്നയിക്കപ്പെട്ടു. പക്ഷേ അവിടെയും അവരുടെ പുരോഹിതന്മാർ അതിനെതിരെ മറുപടി പറഞ്ഞിട്ടുണ്ട്. ഒരിക്കലും ആ ബൈബിളിൽ പരാമർശിച്ചിട്ടുള്ള വാചകങ്ങൾ, പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞിട്ടുള്ള ഇതുപോലത്തെ വാചകങ്ങൾ ഒരിക്കലും അത്തരം സന്ദർഭങ്ങളിലല്ല പറഞ്ഞത്. ഇവിടെ തന്നെ നോക്കൂ, കൈഫ തക്ഫുറൂന ബില്ലാഹി വകുൻതും അംവാതം ഫഅഹ്യാകും സുമ്മ യുമീതുകും സുമ്മ യുഹീകും സുമ്മ ഇലൈഹി തുർജഊൻ എന്ന് അല്ലാഹു തആല അനുഗ്രഹങ്ങളെ ഓർമ്മപ്പെടുത്തിയതിന് ശേഷം പറഞ്ഞതാണ് ഹുവല്ലദീ ഖലഖലകും മാ ഫിൽ അർളി ജമീഅ. ഈ ഭൂമിയിലിരിക്കുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് വേണ്ടി പടക്കപ്പെട്ടതാണെന്ന് പറഞ്ഞത് ഈ പ്രകൃതിയെ ഭത്സിക്കുന്നതിന് വേണ്ടിയോ അതിനെ തകർത്ത് തരിപ്പണമാക്കുന്നതിന് വേണ്ടിയോ അല്ല. ആ ഒരു സാഹചര്യത്തിലല്ല, അല്ലെങ്കിൽ അത്തരമൊരു കോണ്ടക്സ്റ്റിലല്ല പരിശുദ്ധ ഖുർആനും പറഞ്ഞിട്ടുള്ളത് എന്ന് നമുക്ക് മനസ്സിലാവും. ബൈബിൾ വാക്യങ്ങൾ പരിശോധിക്കുമ്പോഴും നമുക്ക് കാണുന്നത് അങ്ങനെ തന്നെയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട, ഇവിടെയാണ് നമ്മുടെ ദിശാസൂചി കൃത്യമായി നമ്മൾ തിരിച്ചു വെക്കേണ്ടത്. നമുക്കെതിരെ വരുന്ന വിമർശനങ്ങൾ, പ്രത്യേകിച്ചും മതത്തിനെതിരെ, വിശിഷ്യ പരിശുദ്ധ ഇസ്ലാമിനെതിരെ വരുന്ന പല വിമർശനങ്ങളും ഓരോ വാചകങ്ങളെയും അതിൻ്റെ സാഹചര്യത്തിൽ നിന്ന് അടർത്തി മാറ്റിയിട്ടുള്ള വിമർശനങ്ങളാണ്. അപ്പോൾ ഇത് നോക്കൂ, ഈ ലേഖനം എഴുതിയിട്ടുള്ളത് കേരളത്തിലെ തന്നെ വളരെ പ്രശസ്തനായ ഒരു സാഹിത്യകാരനും അതോടൊപ്പം ശാസ്ത്രബോധമുള്ള ഒരാളുമാണ്. അവർ ശാസ്ത്ര പുസ്തകങ്ങളിൽ നിന്നോ സാഹിത്യ പുസ്തകങ്ങളിൽ നിന്നോ ഉദ്ധരിക്കുന്ന സമയത്ത് അതിൻ്റെ സാഹചര്യങ്ങളിൽ നിന്ന് അടർത്തി ഉദ്ധരിക്കുന്നതിനെ സ്വാഭാവികമായിട്ടും അവരാരും ഇഷ്ടപ്പെടുമെന്ന് നമുക്ക് വിചാരിക്കാൻ വഴിയില്ല. പക്ഷേ മതങ്ങളുടെ പേരിൽ എങ്ങനെയെങ്കിലും കുതിര കയറണമെന്നുള്ള നിർബന്ധം ഇന്നത്തെ സാഹചര്യത്തിൽ പ്രചരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഒരു കാലത്ത്, ഒരു പക്ഷേ നേരത്തെ നമുക്കറിയാം, ഒരു 10-15 വർഷങ്ങൾക്ക് മുമ്പ് ഇത്തരമൊരു ലേഖനം വരികയാണെങ്കിൽ അതിൽ ആദ്യം തന്നെ പരാമർശിക്കപ്പെടൽ അമേരിക്കൻ ക്യാപിറ്റലിസത്തിനെതിരെയുള്ള വിമർശനങ്ങളായിരുന്നു. പഴയ കാലത്ത് ഇങ്ങനെ പറയാറുണ്ട്, എല്ലാത്തിനും കുഴപ്പക്കാരൻ ജോർജ് ബുഷാണെന്ന് പറയാറുണ്ട്. അമേരിക്കൻ പ്രസിഡൻ്റായിരുന്ന ജോർജ് ബുഷിനെ കുറിച്ച് എല്ലാ ഇടതുപക്ഷക്കാരും എല്ലാവരും പ്രസംഗിക്കുന്ന എന്ത് പ്രശ്നം വന്നാലും, കേരളത്തിൽ ഒരു വിലക്കയറ്റം വന്നാൽ പോലും അത് ജോർജ് ബുഷിൻ്റെ തലയിടുന്ന ഒരു കാലമുണ്ടായിരുന്നു. അന്നത്തെ മീഡിയയുടെയും അതുപോലെ തന്നെ പൊതുബോധത്തിൻ്റെയും ചിന്താമേഖല അങ്ങനെയായിരുന്നെങ്കിൽ ഇന്നെല്ലാം മതങ്ങളുടെ മേലിലിടുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് പ്രിയമുള്ള വിദ്യാർത്ഥികളെ, നാം അത് കൃത്യമായി തിരിച്ചറിയുകയും നമ്മുടെ ദിശാസൂചി എപ്പോഴും കൃത്യമായി പരിശുദ്ധമായ ഇസ്ലാമിൻ്റെ പാരമ്പര്യത്തിലേക്കും പൈതൃകത്തിലേക്കും തിരിച്ചു വെക്കുകയും എന്തുകൊണ്ടാണ് അവർ ഇത്തരം വിമർശനമായി വരുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുകയും ചെയ്യേണ്ടതുണ്ട്. ഞാൻ പറഞ്ഞു വന്നത്, എല്ലാത്തിനും മറുപടി പറയാൻ പോകുന്നതിന് പകരം നാം നേരത്തെ ഉസ്താദ് അവർ സൂചിപ്പിച്ചതുപോലെ നമ്മൾ തന്നെ ശക്തരാവേണ്ട കാലഘട്ടത്തിലാണ് നാം ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള വിമർശനങ്ങൾ അത് കാലഘട്ടത്തിൻ്റെ ഫാഷനായി മാറുന്ന സമയത്ത് വിവരവും വിദ്യാഭ്യാസവും അക്കാദമിക ബോധവുമുള്ള ആളുകൾ വരെ ഉദ്ധരിക്കുന്ന ഉദ്ധരണിയിൽ സത്യം കാണിക്കാത്ത കാലഘട്ടത്തിലാണ് നാം ജീവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് ഉത്തമ ബോധം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാവേണ്ടതുണ്ട്. ഇനി നാം നമ്മുടെ പാരമ്പര്യത്തെക്കുറിച്ച് ചിന്തിക്കുന്ന സമയത്ത് നമുക്കുണ്ടാവേണ്ട ഉത്തമ ബോധ്യങ്ങളെക്കുറിച്ച് നാം ചിന്തിക്കേണ്ടതുണ്ട്. അതിനുവേണ്ടി ഇസ്ലാമിക ചരിത്രത്തിലേക്കാണ് നാം തിരിഞ്ഞു നിൽക്കേണ്ടത്. ഞാൻ ദീർഘിപ്പിക്കുകയല്ല. ഇസ്ലാമിക ചരിത്രത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്ന മഹിതമായിട്ടുള്ള ഓരോ ഉപദേശങ്ങളുണ്ട്, ഓരോ നിർദ്ദേശങ്ങളുണ്ട്. ആ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും അനുസരിച്ച് നമ്മുടെ ദിശാസൂചി കൃത്യമായി തിരിച്ച് അതിൻ്റെ നോമ്പ് നോക്കി നമുക്ക് മുന്നോട്ട് സഞ്ചരിക്കാൻ സാധിച്ചാൽ ഈ പരിശുദ്ധമായ ഇസ്ലാമിന് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വപ്നം കണ്ട ഒരു മഹിതമായ ഉമ്മത്തായിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. അല്ലാഹു തആല പരിശുദ്ധമായ ഖുർആനിൽ തന്നെ നമ്മളെക്കുറിച്ച് പറഞ്ഞത് നിങ്ങളെ ഉത്തമ സമൂഹമാക്കിയിട്ടുണ്ട് എന്നാണ്. ആ ഉത്തമ സമൂഹമാവണമെങ്കിൽ നാം പൈതൃകത്തെയും പാരമ്പര്യത്തെയും നെഞ്ചിലേറ്റിയവരായിരിക്കണം. നാം ജീവിച്ചുകൊണ്ടിരിക്കുന്ന ചുറ്റുപാടുകളിൽ സോഷ്യൽ മീഡിയകളിൽ നിന്ന് അതുപോലെ തന്നെ ഒക്കെ ഇത്തരത്തിലുള്ള നാം നേരത്തെ കണ്ടിട്ടുള്ള തരത്തിലുള്ള പരാമർശങ്ങളും അതുപോലെ തന്നെ അവതരണങ്ങളുമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തിനു വന്നാലും ഇപ്പം നോക്കൂ, മാധവ് ഗാഡ്ഗിൽ മരിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ അനുസ്മരണമായി എഴുതപ്പെട്ട ലേഖനത്തിൻ്റെ ആമുഖത്തിൽ പോലും മതങ്ങളെ ഒന്ന് കൊട്ടിയാൽ അത് ഇന്ന് ഫാഷനാണെന്ന് വിചാരിക്കുന്ന തലത്തിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുന്നു. അതുകൊണ്ട് എവിടെയും എപ്പോഴും മതവിശ്വാസങ്ങളെ വിമർശിക്കാൻ, അത് നമ്മുടേതാവട്ടെ ആരുടേതുമാവട്ടെ, എപ്പോഴും വിമർശിക്കുക എന്നത് ഒരു പുതിയ ശൈലിയായി മാറുന്ന സമയത്ത് നാം ഓരോരുത്തരും നല്ല ജാഗ്രതയുള്ളവരാവണം. കാലഘട്ടത്തിൻ്റെ ദിശകൾ നിർണ്ണയിക്കാൻ നമുക്ക് സാധിക്കണം.
അപ്പോൾ ഇനി ഇവിടുന്ന് അങ്ങോട്ട് പൊതുബോധത്തിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് കയറ്റി കൊടുക്കാനുള്ളത്, അല്ലെങ്കിൽ പൊതുബോധവും ചിന്തിക്കാൻ വേണ്ടി നമുക്ക് പറഞ്ഞു കൊടുക്കാനുള്ളത് മഹിതമായ ഇസ്ലാമിക സംസ്കാരത്തിൻ്റെയും പൈതൃകത്തിൻ്റെയും മഹിതമായ മാതൃകകളാണ്. ആ മാതൃകകൾ ആദ്യം വായിക്കേണ്ടതും മനസ്സിലാക്കേണ്ടതും നമ്മൾ തന്നെയാണ്. ഇസ്ലാമിക ചരിത്രത്തിൽ നാം നോക്കുന്ന സമയത്ത്, നാം പരിശോധിക്കുമ്പോൾ നമുക്ക് കുറേ കാണാൻ പറ്റും. വളരെ ചെറിയ 1-2 കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താം. ബഹുമാനപ്പെട്ട സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ ചരിത്രത്തിൽ കാണാം. ബഹുമാനപ്പെട്ടവർ ഇസ്ലാമിലേക്ക് വന്നതിന് ശേഷം ആ വന്ന ഘട്ടവും വളരെ മനോഹരമാണ്. അത് പറയാൻ നമുക്ക് സമയമില്ല. എന്നാൽ ബഹുമാനപ്പെട്ടവർ ഇസ്ലാമിലേക്ക് വന്ന സമയത്തുണ്ടായൊരു സംഭവം പറയുന്നു. ബഹുമാനപ്പെട്ടവർ അന്ന് ഇസ്ലാമിലേക്ക് വന്നു കുറേ ആളുകളെ, അടിമകളായിട്ടുള്ള പല ആളുകളും ഇസ്ലാമിലേക്ക് കടന്നു വരുമ്പോൾ അവരെ മോചിപ്പിക്കാൻ ബഹുമാനപ്പെട്ട സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നേതൃത്വം കൊടുത്തിരുന്നു. ബഹുമാനപ്പെട്ടവർ തന്നെ ഒരുപാട് ആളുകളെ മോചിപ്പിക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മോചിപ്പിച്ച പലരും സ്ത്രീകളും അതുപോലെ തന്നെ കിഴവികളും അതുപോലെ തന്നെ പ്രയാസമുള്ളവരുമായിട്ടുള്ള ആളുകളായിരുന്നു. അപ്പോൾ ഒരിക്കൽ അബൂ ഖുഹാഫ എന്ന് പറയുന്ന തൻ്റെ പ്രിയപ്പെട്ട പിതാവ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, യാ ബുനയ്യ ഇന്നി അറാക തുഅ്തിഖു ഉനാസൻ ളിആഫ. നീ ഇപ്പോൾ മോചിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് വളരെ ബലഹീനരായ സമൂഹത്തെയാണല്ലോ. ഫലൗ അന്നക തുഅ്തിഖു റിജാലൻ ജൽദൻ യഖൂമൂന മഅക വയംനഊനക വയദ്ഫഊനക അൻക. നീ മോചിപ്പിക്കുന്നത് നല്ല കരുത്തരും ബലവാന്മാരുമായിട്ടുള്ള ശാരീരിക ശേഷിയുള്ള ആളുകളാണെങ്കിൽ നിങ്ങളുടെ ഈ പ്രസ്ഥാനത്തിൻ്റെ കൂട്ട നിൽക്കാൻ അവർ മതിയാകുമായിരുന്നു. നിങ്ങൾക്കൊപ്പം ഒരു ശക്തിയായിട്ട് അവർ നിലകൊള്ളും. അതിന് പകരം നിങ്ങൾ ബലഹീനരായ ആളുകളെ മോചിപ്പിക്കുകയും അവർ ഇസ്ലാമായി എന്നതിൻ്റെ പേരിൽ അവർക്ക് മോചനപത്രം എഴുതാൻ സഹായിക്കുകയും ചെയ്യുന്നത് എന്തടിസ്ഥാനത്തിലാണ് എന്ന് ചോദിക്കുകയുണ്ടായി. അപ്പോൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ മറുപടി, ഐ അബതി അന ഉരീദു മാ ഇൻദല്ലാഹ്. പ്രഗൽഭനും പ്രശസ്തനുമായിരിക്കുന്ന ആളെ മോചിപ്പിച്ചത് കൊണ്ട് എനിക്ക് ഒരു ലോക പ്രശസ്തി ഉണ്ടാകണമെന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. പകരം നിരാലംബരായിരിക്കുന്ന ആളുകൾ അവർ ഇസ്ലാമിലേക്ക് വരുമ്പോൾ അവരാണ് ഏറ്റവും കൂടുതൽ ആക്രമണത്തിന് വിധേയരായിക്കൊണ്ടിരിക്കുന്നത്. അവർക്കൊരു കൈത്താങ്ങായതിൻ്റെ പേരിൽ ഒരു പക്ഷേ ഞാൻ പ്രശസ്തനാവുകയോ അല്ലെങ്കിൽ പ്രഗത്ഭനാവുകയോ ചെയ്യില്ലെങ്കിൽ പോലും അള്ളാഹുവിൻ്റെ അടുക്കലുള്ള പ്രതിഫലമാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞത്, നമ്മുടെ ദിശാസൂചി ഇപ്പോഴും ഇവിടെ തന്നെയാണ് നിൽക്കേണ്ടത്. പാരമ്പര്യത്തിൽ ഊന്നി നിൽക്കുക എന്ന് പറഞ്ഞാൽ സത്യത്തിനും നേരിനും നന്മയ്ക്കും വേണ്ടി നിലകൊള്ളുക എന്നതാണ് അതിൻ്റെ ഉദ്ദേശം. അതുകൊണ്ട് തന്നെ പ്രിയമുള്ള വിദ്യാർത്ഥികളെ, നാം ചിന്തിക്കേണ്ടത് മഹാന്മാരുടെ, പ്രത്യേകിച്ചും സ്വഹാബത്തിൻ്റെയും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെയും ജീവിത പാഠത്തിൽ നിന്ന് നമുക്ക് പാഠം ഉൾക്കൊള്ളാൻ വേണ്ടിയാണ്. നമുക്കിതാ ഉമർ ബിൻ അബ്ദുൽ അസീസ് തങ്ങളെക്കുറിച്ച് വായിക്കാം. ഇതൊക്കെ നമ്മുടെ പാഠപുസ്തകങ്ങളിൽ, നമ്മുടെ ഗ്രന്ഥങ്ങളിൽ നമ്മൾ കാണുന്നതും നാം പഠിക്കുന്നതും നമ്മുടെ സിലബസിലുള്ള ഭാഗവുമാണ് ഞാൻ ഉദ്ധരിക്കുന്നത്. ഒരിക്കൽ ഉമർ ബിൻ അബ്ദുൽ അസീസ് തങ്ങളുടെ അവസാനം വഫാത്താകാറായ സമയത്ത് ഉമർ ബിൻ അബ്ദുൽ അസീസ് തങ്ങളോട് ആളുകൾ പറയുന്നുണ്ട്, നിങ്ങൾ മഹിതമായൊരു ഭരണം ഇവിടെ കാഴ്ചവെച്ചയാളാണ്. ഖുലഫാ ഉർ റാഷിദുകൾക്ക് ശേഷം വളരെ മഹിതമായ പാവനമായ ഭരണം കാഴ്ചവെക്കാൻ ഭാഗ്യം ലഭിച്ചയാളാണ് നിങ്ങൾ. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ, ഉമർ ബിൻ അബ്ദുൽ അസീസ് തങ്ങൾ വഫാത്തായ സമയത്ത് അന്നത്തെ റോമിലെ ഭരണാധികാരി കരഞ്ഞുപോയ രംഗമാണത്. അദ്ദേഹം പറയുകയുണ്ടായി, ഉമർ ബിൻ അബ്ദുൽ അസീസ് എന്ന് പറയുന്നത് മഹാപരിത്യാഗിയായിരുന്നു. ഒരു പക്ഷേ ആശ്രമങ്ങളിലിരുന്ന് പരിത്യാഗികളാകുന്നവരെക്കുറിച്ച് എനിക്ക് അത്ഭുതമില്ല, അവരുടെ കയ്യിൽ സമ്പത്തില്ലാത്തത് കൊണ്ടാണ്. പക്ഷേ സമ്പത്തിൻ്റെ ആധിപത്യത്തിന് മുകളിൽ കയറി നിന്നുകൊണ്ട് ഒരു ബ്രഹ്മചാരിയെപ്പോലെ, ഒരു സന്യാസിയെപ്പോലെ പ്രപഞ്ചത്തെ പരിത്യജിച്ചിരിക്കുന്ന മഹാനായ നീതിമാനായ ഭരണാധികാരി മരണപ്പെട്ടു പോയി എന്ന് പറഞ്ഞുകൊണ്ട് അന്നത്തെ റോമിലെ ഭരണാധികാരിയായ ക്രിസ്ത്യൻ ഭരണാധികാരി കരഞ്ഞത് ചരിത്രത്തിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയും. പ്രിയമുള്ള വിദ്യാർത്ഥികളെ, നാം ദിശാസൂചി തിരിച്ചു വച്ചിരിക്കുന്നത് ഉമർ ബിൻ അബ്ദുൽ അസീസ് തങ്ങളുടെ കാലഘട്ടത്തിലേക്കാണ്. സത്യത്തിനും നേരിനും വേണ്ടി നിലകൊള്ളുമ്പോൾ ഈ സമൂഹത്തിനും അതുപോലെ തന്നെ ഇവിടെ ജീവിക്കുന്ന പരശ്വതം സമൂഹങ്ങൾക്കും അവർക്കിടയിലും ഇസ്ലാമിന് സൽപ്പേരുണ്ടാവുകയും അവർ ഇസ്ലാമിനെ നല്ല കണ്ണുകൊണ്ട് നോക്കിക്കാണാൻ അത് കാരണമാവുകയും ചെയ്യും. നാം ചിന്തിക്കേണ്ടത്, ഇസ്ലാം എവിടെയെങ്കിലും അപഹസിക്കപ്പെടുന്നുണ്ടെങ്കിൽ അത് നമ്മൾ കാരണമായിട്ടാണ്. നമ്മുടെ പാരമ്പര്യം കാരണമായിട്ടോ അല്ലെങ്കിൽ നമ്മുടെ പൈതൃകം കാരണമായിട്ടോ ഒരിക്കലും ഇസ്ലാമിന് ഒരു അപഹാസവും നേരിടേണ്ടി വന്നിട്ടില്ല. നമ്മൾ ഓരോരുത്തരും ആ സന്ദേശം എത്രമാത്രം മനോഹരമായി മുറുകെ പിടിക്കുന്നു എന്നതിലാണ് ആളുകൾക്ക് സന്ദേഹങ്ങളും സംശയങ്ങളും ഉണ്ടാകുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഞാൻ ഓർത്തു പോവുകയാണ്, നേരത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കെതിരിൽ ഡെൻമാർക്കിൽ ഒരു പത്രം മോശമായ കാർട്ടൂൺ വരച്ച സാഹചര്യം ഉണ്ടായിരുന്നു. ആ സാഹചര്യത്തിൽ ബഹുമാനപ്പെട്ട ഹബീബ് അലി ജിഫ്രി അദ്ദേഹത്തിൻ്റെ ട്വിറ്ററിൽ ഒരു ട്വീറ്റ് ചെയ്തു.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിളിച്ച് ഇങ്ങനെ പറയുകയാണ്, നബിയെ, അവർ അങ്ങയെയല്ല വരച്ചിരിക്കുന്നത്, പകരം അവർ ആ കാർട്ടൂണിൽ വരച്ചിരിക്കുന്നത് ഞങ്ങളെയാണ്. ഞങ്ങളെ കണ്ടാണ് അവർ ഇസ്ലാമിനെ തെറ്റിദ്ധരിച്ചിരിക്കുന്നത്. കാരണം ഇവിടെ തന്നിട്ടുള്ള സുന്നത്തും അവിടുത്തെ സഹാബത്തും താബിഈകളും ആരും ഈ ഇസ്ലാമിന് ചീത്തപ്പേരുണ്ടാക്കിയിട്ടില്ല. ഞങ്ങളെ കണ്ടുകൊണ്ടാണ്, ഞങ്ങളുടെ കോലമാണ് അവർ വികൃതമായ രൂപത്തിൽ ആ കാർട്ടൂണിൽ വരച്ചു വെച്ചിരിക്കുന്നത് എന്ന് ബഹുമാനപ്പെട്ടവർ അദ്ദേഹത്തിൻ്റെ ട്വിറ്ററിൽ രേഖപ്പെടുത്തുകയുണ്ടായി. ഇവിടെയാണ് നാം നമ്മുടെ ദിശാസൂചി ശരിയാക്കേണ്ടത്. നമ്മൾ ഓരോരുത്തരും പരിശുദ്ധമായ ദീൻ അനുശാസിക്കുന്ന മഹിതമായ രൂപത്തിൽ സഞ്ചരിക്കുകയാണെങ്കിൽ ഈ ലോകത്തിനുള്ള ഇസ്ലാമിനെതിരെ വരുന്ന വിമർശനങ്ങളുടെ ഓരോരോ ഉത്തരങ്ങൾ ജീവിച്ചിരിക്കുന്ന നമ്മൾ ഓരോരുത്തരുമാണെങ്കിൽ പിന്നെ വിമർശകർക്ക് അവസരമുണ്ടാവുകയില്ല. പരിശുദ്ധരായ ഉമർ ബിൻ അബ്ദുൽ അസീസ് തങ്ങളുടെ ചരിത്രത്തിലേക്ക് നാം തിരിച്ചു വരികയാണ്. ബഹുമാനപ്പെട്ടവർ വഫാത്തിൻ്റെ സമയം, ആ സമയത്ത് മഹിതമായിരിക്കുന്ന ഖുലഫാ ഉർ റാഷിദുകളുടെ ഭരണം തിരിച്ചു കൊണ്ടുവന്നപ്പോൾ ജനങ്ങൾക്കൊരാഗ്രഹം, പരിശുദ്ധമായ റൗള ഷരീഫിൽ ബഹുമാനപ്പെട്ട ഉമർ ബിൻ അബ്ദുൽ അസീസ് തങ്ങൾക്കൊരവസരം കിട്ടിയാൽ ബഹുമാനപ്പെട്ട സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെയും പരിശുദ്ധരായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെയും ചാരത്ത് ഉമർ ബിൻ അബ്ദുൽ അസീസ് തങ്ങൾ കൂടി കിടക്കുന്ന ഒരു കാഴ്ച അന്നത്തെ മനുഷ്യലോകം കാണുകയുണ്ടായി. പക്ഷേ അതിന് ഉമർ ബിൻ അബ്ദുൽ അസീസ് തങ്ങൾ പ്രതികരിക്കുന്ന പ്രതികരണം, എൻ്റെ മനസ്സിൽ അങ്ങനെ ഒരു ചിന്തയുണ്ടാകുന്നത്, അതായത് റൗള ഷരീഫിനുള്ളിൽ കിടക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന ഒരു ചിന്ത, അങ്ങനെ ചിന്തിക്കുന്നത് പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നെ ഈ ഭൂലോകത്ത് വെച്ച് ശിക്ഷിക്കുന്നു എന്ന് കരുതുക. അങ്ങനെ നരകമല്ലാത്ത ഏതൊരു ശിക്ഷ കൊണ്ടും ഈ ഭൂമിയിൽ വെച്ചെങ്ങാനും അള്ളാഹു എന്നെ ശിക്ഷിക്കുകയാണെങ്കിൽ ഞാൻ അങ്ങനെ ചിന്തിക്കുന്നതിനേക്കാൾ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത്, അഥവാ റൗള ഷരീഫിൽ കിടക്കാൻ വേണ്ടി ഞാൻ ചിന്തിക്കുന്നതിനേക്കാൾ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് അള്ളാഹുവിൽ നിന്നുള്ള നേരിട്ടുള്ള ശിക്ഷയാണ് എന്ന് ഉമർ ബിൻ അബ്ദുൽ അസീസ് തങ്ങൾ പറയുകയുണ്ടായി. അപ്പോൾ ഉമർ ബിൻ അബ്ദുൽ അസീസ് തങ്ങളുടെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെയും കാലത്തിനിടയിൽ വലിയ ദൂരമൊന്നുമില്ല. ആ സമയത്ത് ഞാൻ ഖുലഫാ ഉർ റാഷിദുകളിൽ ഒരുവനായി എന്ന് ഉമർ ബിൻ അബ്ദുൽ അസീസ് തങ്ങൾ ചിന്തിക്കുന്നില്ല. അവരുടെയൊക്കെ ചെരുപ്പെടുക്കാൻ മാത്രം, അല്ലെങ്കിൽ അതിനേക്കാൾ താഴ്ന്ന നിലയിലാണെന്ന് ആ കാലഘട്ടത്തിൽ, ഉമവി ഖിലാഫത്തിൻ്റെ കാലഘട്ടത്തിൽ ബഹുമാനപ്പെട്ട ഉമർ ബിൻ അബ്ദുൽ അസീസ് തങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ നാം നമ്മുടെ ദിശാസൂചി ശരിപ്പെടുത്തേണ്ടത്, നാം നമ്മുടെ വടക്ക് നോക്കി യന്ത്രം തിരിച്ചു വെക്കേണ്ടത് ഇത്തരം മഹിതമായിട്ടുള്ള മാതൃകകളിലേക്കാണ്, വിനയത്തിൻ്റെ മാതൃകകളിലേക്കാണ് നാം തിരിഞ്ഞു നടക്കേണ്ടത്. വിനയമെന്ന് പറഞ്ഞാൽ ആഭാസങ്ങളോ ജാടകളോ അല്ല എന്നും അതൊരു തിരിച്ചറിവാണെന്നും നാം ഉമർ ബിൻ അബ്ദുൽ അസീസ് തങ്ങളുടെ ജീവിതത്തിൽ നിന്ന് മനസ്സിലാക്കുന്നുണ്ട്. അത് കേവലം പ്രശസ്തിക്ക് വേണ്ടിയാണെങ്കിൽ ആ റൗള ഷരീഫിൽ പോയി കിടക്കാൻ അതിന് കാരണങ്ങളുണ്ട്. അന്ന് അവിടെ ഹറം വികസിപ്പിച്ച സമയവും കൂടിയാണ്. ഉമവി ഖലീഫമാർ ചുറ്റിലുമുള്ള മഹദികളായിട്ടുള്ള ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളുടെ വീടുകളൊക്കെ അവരുടെ വഫാത്തിന് ശേഷം അത് നിരത്തുകയും ശേഷിക്കുന്ന ആളുകൾക്ക് പ്രത്യേകമായി വീട് വെച്ചു കൊടുക്കുകയും പരിശുദ്ധമായ മസ്ജിദുൻ നബവിയുടെ വികാസം നടത്തുകയും ചെയ്ത സമയത്താണ് ഇതെന്നുകൂടി നമ്മൾ ഓർക്കേണ്ടതുണ്ട്. അതുകൊണ്ട് അവിടെ പോയി കിടക്കാൻ എനിക്ക് അതിന് പറ്റിയ ഒരാളല്ല ഞാനെന്ന് ബഹുമാനപ്പെട്ട ഉമർ ബിൻ അബ്ദുൽ അസീസ് തങ്ങൾ മഹിതമായ സുഹദിൻ്റെയും തഖ്വയുടെയും ഇൽമിൻ്റെയും മഹിതമായ നിദർശനങ്ങൾ ലോകത്തിനു മുന്നിൽ കാണിച്ചു വെച്ച ബഹുമാനപ്പെട്ടവർ ചിന്തിച്ചുവെങ്കിൽ നമ്മളൊക്കെ എന്താണ് ചിന്തിക്കേണ്ടത്? ഈ ലോകത്ത് നമ്മുടെ കയ്യിൽ ആധുനിക ടെക്നോളജികൾ ഉണ്ടാകുന്ന സമയത്ത് വിജ്ഞാനത്തിൻ്റെ ഏതെങ്കിലും മഹിതമായിട്ടുള്ള ഉന്നത തലങ്ങളിൽ നമ്മളെത്തി എന്ന് നമ്മൾ ചിന്തിക്കുന്നുവെങ്കിൽ ഇത്തരം ചരിത്രങ്ങൾ, ഇത്തരം പാഠങ്ങൾ നമ്മളെ പുറകോട്ട് വലിക്കും. ആ പുറകോട്ട് വലിക്കുന്നത് അഹങ്കാരത്തിൽ നിന്നാണ്. അതേസമയം ആത്മാർത്ഥതയിലേക്ക് നമ്മളെ മുന്നോട്ട് നയിക്കുക കൂടി ചെയ്യുമെന്ന് ഈ സമയത്ത് നമ്മൾ ഓർക്കേണ്ടതുണ്ട്. ഇനി ബഹുമാനപ്പെട്ട ഉമർ ബിൻ അബ്ദുൽ അസീസ് തങ്ങളെക്കുറിച്ച് പറയുന്ന സമയത്ത് തന്നെ നേരത്തെ ഉസ്താദ് അവർ പറഞ്ഞതുപോലെ ഉമർ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് പറയുമ്പോഴും അതുപോലെ തന്നെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് പറയുമ്പോഴും ഉമർ ബിൻ അബ്ദുൽ അസീസ് തങ്ങളെക്കുറിച്ച് പറയുമ്പോഴും അവരെല്ലാം ചരിത്രത്തിൽ പ്രശസ്തരാണ്. എന്നാൽ ചരിത്രത്തിൽ പ്രശസ്തരല്ലാത്ത ആളുകളുമുണ്ട്. റജാ ഇബ്നു ഹൈവ റളിയല്ലാഹു അൻഹു ഉമവി ഖിലാഫത്തിൻ്റെ സമയത്ത് രക്തരൂക്ഷിതമായ പല സംഘടനകളും പല പ്രശ്നങ്ങളും ഉണ്ടാകുന്നുണ്ട്. ഖിലാഫത്ത് റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നറിയപ്പെടുന്ന ഖുലഫാ ഉർ റാഷിദുകളുടെ ഭരണം പോലെയല്ല. പലപ്പോഴും രക്തരൂക്ഷിതമായിട്ടുള്ള അധ്യായങ്ങളിലൂടെയാണ് ഉമവി ഖിലാഫത്ത് കടന്നു പോകുന്നത്. ആ സമയത്തും അത്തരം പ്രതിസന്ധികളിൽ പോലും വളരെയധികം പ്രതീക്ഷകൾ നഷ്ടപ്പെടാതെ കിട്ടുന്ന ഖലീഫമാരെ, ഉമവി ഖലീഫമാരെ അവർക്ക് നേരും നന്മയും ഇൽമും പറഞ്ഞു കൊടുത്ത് അവരെ നേർവഴിക്ക് നടത്താൻ വേണ്ടി ശ്രമിച്ച ഒരു മഹാപണ്ഡിതനാണ് റജാ ഇബ്നു ഹൈവ റളിയല്ലാഹു അൻഹു. താബിഈകളിൽപ്പെട്ട പ്രമുഖനാണ്. എന്തായിരുന്നു അവരുടെ പണി?
കൊട്ടാരത്തിലായിരുന്നു, ഉമവി ഖലീഫമാരുടെ കൊട്ടാരത്തിലായിരുന്നു ബഹുമാനപ്പെട്ടവർ ജീവിച്ചിരുന്നത്. എന്തിനു വേണ്ടി? കൊട്ടാരത്തിലെ സുഖാഡംബരങ്ങൾക്ക് വേണ്ടിയല്ല. കിട്ടുന്ന സമയമൊക്കെ ഇൽമിനും അതുപോലെ തന്നെ ഇബാദത്തിലുമായി മുഴുകുന്ന മഹാൻ കൊട്ടാരത്തിൻ്റെ സുഖാഡംബരങ്ങളെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ല. പകരം അവിടെ വരുന്ന ഓരോ ഖലീഫമാരും തൻ്റെ ശിഷ്യന്മാരോ ശിഷ്യന്മാരുടെ ശിഷ്യന്മാരോ അല്ലെങ്കിൽ താൻ പറഞ്ഞാൽ കേൾക്കുന്നവരെയോ ആക്കിയെടുക്കുക എന്ന മഹിതമായ പാഠത്തിലൂടെയാണ് റജാ ഇബ്നു ഹൈവർ റളിയല്ലാഹു അൻഹു കടന്നുപോയത്. ഇത് നമുക്കും മാതൃകയാണ്. എല്ലാ കാര്യത്തിലും നേതൃപദവി വഹിച്ചെങ്കിൽ മാത്രമേ തൻ്റെ അടുത്തു നിന്നുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാകൂ എന്നൊരു നിർബന്ധം നമുക്കുണ്ടാവാൻ പാടില്ല. പ്രസിഡന്റ് ആയാലും സെക്രട്ടറി ആയാലും മാത്രമേ ഞാൻ സജീവമായി പ്രവർത്തിക്കുകയുള്ളൂ, അല്ലെങ്കിൽ ദീനിനു വേണ്ടി പ്രവർത്തിക്കാൻ ആ സമയത്തെ എന്നെ കിട്ടൂ എന്ന് നാം ചിന്തിക്കാൻ പാടില്ല. പകരം അവർക്കൊക്കെ പിന്നിൽ നിന്ന് ഇതിൻ്റെ എല്ലാം ദിശാസൂചികൾ പിന്നിൽ നിന്ന് വലിക്കാനും ചരട് വലിക്കാനും അതിനുവേണ്ടി ഈ പ്രസ്ഥാനത്തെയും ഈ പരിശുദ്ധമായ ദീനിനെയും മുന്നോട്ട് നയിക്കാൻ ഉള്ളിൽ നിന്ന് പ്രവർത്തിക്കാൻ നമുക്കാകുമെങ്കിൽ അത്തരത്തിൽ പ്രവർത്തിച്ച മഹാന്മാരുടേത് കൂടിയാണ് പരിശുദ്ധമായ ഇസ്ലാമിൻ്റെ പൈതൃകമെന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ദീർഘമായി സംസാരിക്കുകയല്ല. കപ്പലിനെ കുറിച്ചാണ് നാം പറഞ്ഞത്. വടക്ക് നോക്കി യന്ത്രം പ്രസക്തമാകുന്നത്, കോമ്പസ് പ്രസക്തമാകുന്നത് കപ്പലിനാണെങ്കിൽ ആ കപ്പലിൽ മറ്റൊരു പ്രധാനപ്പെട്ടിട്ടുള്ള ഉപകരണം കൂടിയുണ്ട്. ആങ്കർ എന്ന് പറയും, നങ്കൂരം. കപ്പലിന് നങ്കൂരമിടേണ്ടതുണ്ട്. എവിടെയാണ് കപ്പൽ നങ്കൂരമിടേണ്ടത്? നങ്കൂരം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മൾ കണ്ടിട്ടുണ്ടാവും ചിത്രമെങ്കിലും. കപ്പലിനെ എവിടെയെങ്കിലും പിടിച്ചു നിർത്താനുള്ളതാണ്. തിരമാലകളിൽ പെട്ട് നഷ്ടപ്പെട്ടു പോവാതിരിക്കാൻ, താൽക്കാലികമായിട്ട് നിർത്താൻ അല്ലെങ്കിൽ സ്ഥിരമായി നിർത്താൻ എന്താണ് നമ്മുടെ നങ്കൂരം എന്നുകൂടി നാം മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മുടെ നങ്കൂരം അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളെ പഠിപ്പിച്ചതാണ്. അൽ മഹബ്ബത്തു വൽ ഇൽം. 40 വർഷക്കാലം മക്കക്കാർക്ക് കോരി നൽകിയിരുന്നത് അവിടുത്തെ പരിശുദ്ധമായ സ്നേഹമായിരുന്നു. കലവറയില്ലാത്ത സ്നേഹം, വഴിഞ്ഞൊഴുകുന്ന സ്നേഹമായിരുന്നു. യതീമായി ജനിച്ചിട്ട് പോലും തൻ്റെ സമൂഹത്തെ സ്നേഹിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സാധിച്ചു. എല്ലാവർക്കും പ്രിയങ്കരനായിട്ടാണ് കുഞ്ഞുകാലം മുതൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജീവിച്ചത്. അതുകൊണ്ട് തന്നെ 40-ാമത്തെ വയസ്സിൽ നുബുവത്ത് വരുമ്പോൾ മക്കക്കാർക്കത് തട്ടിക്കളയാൻ കഴിയുമായിരുന്നില്ല. ആ അവകാശവാദം, നുബുവത്തിൻ്റെ വാദം പറഞ്ഞുകൊണ്ട് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സമൂഹത്തിലേക്ക് വന്നപ്പോൾ ഒരിക്കലും അവർക്ക് അവഗണിക്കാൻ കഴിഞ്ഞില്ല. അഹങ്കാരികൾ മാത്രമാണ് വിട്ടുനിന്നത്. അഹങ്കാരം മൂലം തങ്ങളുടെ സ്ഥാനങ്ങൾ നഷ്ടപ്പെടുമെന്ന് കരുതിയവർ മാത്രമാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ദഅവത്തിൽ നിന്ന് അകലം പാലിക്കുകയുണ്ടായത്. ചരിത്രം നമുക്കറിയുന്നതാണ്. ഞാൻ അങ്ങോട്ട് കടക്കുന്നില്ല. 40-ാമത്തെ വയസ്സിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ പരിശുദ്ധ വഹീൻ്റെ ഇൽമും അവർക്ക് കൊടുക്കുന്നു. സ്നേഹത്തിൽ ചാലിച്ച് വഹീൻ്റെ ഇൽമ നൽകിയപ്പോൾ വളരെ കുറഞ്ഞ കാലം കൊണ്ട് മക്കയും മദീനയും ഫതഹാവുകയാണ്. ലോകം ഇസ്ലാമിൻ്റെ മുന്നിലേക്ക് വരികയാണ്. മക്കം ഫതഹിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തിരിച്ചു വരുന്ന രംഗമുണ്ട്. ആ സമയത്ത് ആയുധം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ആയുധം ധരിക്കണമെന്ന് തോന്നുന്നില്ല. കാരണം മനസ്സുകൊണ്ട് അവരെ നേരത്തെ തന്നെ കീഴടക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. ഒന്നാമതായിട്ട് നീണ്ട 40 വർഷത്തെ സ്നേഹമാണ്. പരിശുദ്ധമായ ഖുർആൻ തന്നെ പറയുന്നു, ഫഖദ് ലബിസ്തു ഫീകും ഉമറൻ മിൻ ഖബ്ലിഹി അഫലാ തഅഖിലൂൻ. നിങ്ങൾക്ക് ഇതിനു മുന്നേ ഞാൻ നിങ്ങളിൽ ഒരുവനായി ജീവിച്ചിരുന്നൊരു കാലമുണ്ടായിരുന്നല്ലോ. ആ കാലത്ത് എന്നെക്കുറിച്ച് നിങ്ങൾക്ക് വിമർശനമുണ്ടായിരുന്നില്ല. എല്ലാവരുടെയും പ്രിയങ്കരനും സത്യസന്ധനും എല്ലാവർക്കും അവലംബവുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ ജീവിച്ചു വന്നത്. അതുകൊണ്ട് ഈ മഹിതമായ ദർശനം നിങ്ങളുടെ മുന്നിൽ വെക്കുമ്പോൾ എന്തായാലും ആദ്യമായി സ്വീകരിക്കേണ്ടവർ നിങ്ങളാണ് എന്ന ബോധം മക്കക്കാർക്ക് നൽകുമ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് അതിൽ നിന്ന് വിട്ടുനിൽക്കാൻ സാധിക്കുമായിരുന്നില്ല. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായിരുന്നു ഹുദൈബിയ സന്ധി. ഹുദൈബിയ സന്ധി വിശദീകരിക്കുകയല്ല. ഹുദൈബിയ സന്ധിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മഹബ്ബത്തും ഇൽമും വഴിഞ്ഞൊഴുകിയതായിരുന്നു. സന്ധിയിലെ കരാറുകളൊക്കെ ഇസ്ലാമിനും മുസ്ലിങ്ങൾക്കും എതിരായിരുന്നുവെങ്കിലും പരിശുദ്ധമായ ഇസ്ലാമിന് കിട്ടിയ നേട്ടം എന്തായിരുന്നു? 10 വർഷത്തേക്ക് യുദ്ധം നിർത്തിവെച്ചു എന്നതായിരുന്നു. യുദ്ധം നിർത്തിവെച്ചത് കൊണ്ട് തന്നെ ശാരീരികമായിട്ട് ആരെയും ആക്രമിക്കാൻ പാടില്ല. മക്കയിൽ നിന്ന് ആർക്കും മദീനയിലേക്ക് വരാമെന്നതായിരുന്നു കാഴ്ചപ്പാട്. അത് മനോഹരമായിട്ട് ഇസ്ലാം മുസ്ലിമീങ്ങളും പരിശുദ്ധരായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും മനോഹരമായി ഉപയോഗപ്പെടുത്തുകയുണ്ടായി. കാരണം മക്കയിൽ നിന്ന് മദീനയിലേക്ക് അവർ ടൂറിന് വേണ്ടി അല്ലെങ്കിൽ പിക്നിക്കിന് വേണ്ടി വരികയും അവിടേക്കൊന്ന് വിലസിപ്പോവുകയും ചെയ്യുന്ന സമയത്ത് അവർ കാണുന്ന കാഴ്ച എന്താണ്? മുഅ്മിനീങ്ങൾ പരസ്പരം സാഹോദര്യത്തോടെ ജീവിക്കുന്നത്. അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത് അക്ഷരം പ്രതി അനുസരിക്കുന്ന മനുഷ്യർ, സ്നേഹത്തോടുകൂടി അടിപിടിയില്ലാതെ, ബഹളങ്ങളില്ലാതെ, ഗോത്രത്തിൻ്റെ പോരിമകളില്ലാതെ, പരസ്പരം കലാപങ്ങളില്ലാതെ, കുഴപ്പങ്ങളില്ലാതെ ഒത്തൊരുമയോടുകൂടി ജീവിക്കുന്ന ഒരു സമൂഹത്തെ അവർ കാണുമ്പോൾ സ്വാഭാവികമായിട്ടും അവരുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഇസ്ലാം കടന്നു കയറിയിട്ടുണ്ട്. അത് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കും അറിയാം. അതുകൊണ്ടാണ് മക്കം ഫതഹിന് വരുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സുരക്ഷിതത്വം പ്രഖ്യാപിക്കുമ്പോൾ
അവിടുന്ന് പറഞ്ഞത് കഅബാലയത്തിൽ പ്രവേശിച്ചവർ സുരക്ഷിതരായിരിക്കുന്നു. അതുപോലെ തന്നെ അബൂ സുഫിയാൻ്റെ വീട്ടിലും പ്രവേശിച്ചവർ സുരക്ഷിതരായിരിക്കുന്നു എന്ന് പറയുന്നത്. മക്കയിലെ അന്നത്തെ ശത്രുക്കളുടെ നേതാവായിട്ട് പോലും ആ ശത്രു പ്രമുഖൻ്റെ അല്ലെങ്കിൽ ശത്രുക്കളുടെ നേതാവിൻ്റെ വീട്ടിൽ കടക്കുന്നവർ സുരക്ഷിതരായിരിക്കും എന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് നാം ചിന്തിക്കേണ്ടതുണ്ട്. അബൂ സുഫിയാൻ ആ കാലഘട്ടത്തിൽ അഥവാ മക്കം ഫതഹിലാണ് ഇസ്ലാമിലേക്ക് വരുന്നത്. പക്ഷെ അവരുടെ മനസ്സിൽ ഇസ്ലാം കുടികൊള്ളുന്നുണ്ടെന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കറിയാം. അതിന് മുന്നേ തന്നെ ഇസ്ലാമിലേക്ക് വരാനുള്ള ആലോചനകൾ അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ പരസ്യമായിരുന്നില്ല. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട പുത്രൻ മുആവിയ റളിയല്ലാഹു അൻഹുവിൻ്റെ അടുത്ത് നിന്നുണ്ടായിട്ടുണ്ട്. പക്ഷെ അതെല്ലാം സ്വകാര്യങ്ങളായിരുന്നു. പക്ഷേ ഇസ്ലാമിനും അതുപോലെ തന്നെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കും ഉണ്ടായിരുന്ന ഒരു ഈടുവെപ്പ് എന്ന് പറയുന്നത് ആ സമൂഹത്തെ 40 വർഷത്തോളം അഖൈതവമായി സ്നേഹിച്ചു എന്നതാണ്. കലവറയില്ലാത്ത സ്നേഹം അവർക്ക് നൽകി എന്നതാണ്. അതാണ് അവിടുത്തെ ശക്തി. ആയുധമായിരുന്നില്ല ഇസ്ലാമിൻ്റെ ശക്തി എന്ന് നമ്മൾ മനസ്സിലാക്കണം. പിന്നീട് അങ്ങോട്ട് ഇസ്ലാമിലേക്ക് വന്നപ്പോൾ അവിടെ നിന്ന് അങ്ങോട്ട് അവർക്ക് മഹബത്തിൻ്റെ കൂടെ സ്നേഹത്തിൻ്റെ കൂടെ ഇൽമും കൂടി പകർന്നു കൊടുക്കുകയാണ്. ജീവിതത്തിൽ എന്തൊക്കെ ചെയ്യണം, ജീവിതത്തിൻ്റെ എത്ര ചെറിയ പ്രതിസന്ധി ഘട്ടങ്ങളിലും അവിടെ എന്താണ് ചെയ്യേണ്ടതെന്ന് തുറന്ന പുസ്തകമായിട്ട് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. പ്രതിസന്ധികളാവാം, സ്നേഹത്തിൻ്റെ ഘട്ടങ്ങളാവാം, കുട്ടികളോട് പെരുമാറുന്നതാവാം, മൃഗങ്ങളോട് ഇടപഴകുന്നതാവാം, എല്ലാത്തിനും കൃത്യമായ പാഠങ്ങൾ പറഞ്ഞു കൊടുത്തപ്പോൾ ലോകം ഇസ്ലാമിലേക്ക് തിരിക്കുകയായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഇനി അവസാനിപ്പിക്കട്ടെ, നമ്മുടെ ദിശാസൂചി നാം കൃത്യമായി തിരിച്ചു വെക്കേണ്ടത് പരിശുദ്ധമായ ഇസ്ലാമിൻ്റെ പൈതൃകത്തിലേക്കും പാരമ്പര്യത്തിലേക്കും അവിടുത്തെ ചരിത്രത്തിലേക്കുമാകുന്നു. അതുകൊണ്ട് ഈ വർഷം ഇൻഷാ അല്ലാഹ് ഇസ്ലാമിക ചരിത്രത്തിൻ്റെ മഹിതമായ രൂപങ്ങൾ, കൃത്യമായ ചരിത്രങ്ങൾ, കേട്ടുകേൾവികളല്ല, രേഖകളുള്ള മനോഹരമായിട്ടുള്ള ചരിത്രത്തിൻ്റെ വെളിച്ചത്തിൽ ജീവിച്ചുപോയ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെയും ഖുലഫാഉർ റാഷിദുകളുടെയും അവർക്ക് ശേഷം ജീവിച്ചിട്ടുള്ള താബിഈകളുടെയും അവിടുന്ന് ഇങ്ങോട്ട് നമുക്ക് ഈ സനദിൽ നമുക്ക് എത്തി വന്നിട്ടുള്ള മുഴുവൻ മഹത്തുക്കളായ ജീവിത ദർശനങ്ങൾ, മുന്നിൽ വെച്ചിട്ടുള്ള മുഴുവൻ മഹാന്മാരുടെയും ജീവിത ദർശനങ്ങൾ ആഴത്തിൽ ആലോചിക്കുകയും നാം നമ്മുടെ ദിശാസൂചി, നമ്മുടെ കോമ്പസ് കൃത്യമായി തിരിച്ചു വെക്കുകയും നമുക്ക് നാളേക്കുള്ള പ്രതീക്ഷകളായി ഈ ലോകത്തിൻ്റെ മുന്നിൽ എല്ലാ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളുമായി നമുക്ക് ജീവിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് വാഹിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.